പക്ഷേ ഗീവർഗീസ് സഹദായുടെ പെരുന്നാളിൽ നമ്മൾ പലപ്പോഴും പറയും, ആ പെരുന്നാളിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ഇറ്റ് വാസ് എ വാർ ബിറ്റ്വീൻ എ സോൾഡിയർ ആൻഡ് ആൻ എംപയർ. ഒരു പട്ടാളക്കാരനും ഒരു സാമ്രാജ്യവും തമ്മിലുള്ള പോരാട്ടമായിരുന്നു. പിന്നീട് മലങ്കരയിൽ ഇവിടെ കണ്ടതും മറ്റൊന്നുമല്ല, ബാവ ഒന്നാം മാർത്തോമായോടൊപ്പം നിന്നുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ, നശിച്ചുപോയ, ഇല്ലായ്മ ചെയ്യപ്പെട്ട, കത്തിയരിക്കപ്പെട്ട ഈ വിശ്വാസം പുനരുജ്ജീവിപ്പിക്കുന്നതാണ്. വലിയ സ്വീകാര്യതയോടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് പൂർവികരായ ത്യാഗപൂർണമായ ജീവിതം നയിച്ച പട്ടക്കാരോട് ചേർന്ന് നിന്നുകൊണ്ട് സുറിയാനി സഭയുടെ പൈതൃകം ഇതാണ്, വിശ്വാസം ഇതാണ് എന്ന് വീണ്ടും നഷ്ടപ്പെട്ടു പോയ സമ്പത്തിനെ, ആ നിധിയെ കണ്ടെത്തി ആ ജനത്തിന് ഏൽപ്പിക്കുകയാണ്. ഈ ദേശത്ത് വെച്ചാണ് ജീവന്റെ പുളിപ്പ്, സിഹിയോൻ മാളികയിൽ കർത്താവ് ബലിയർപ്പിച്ചതായ ആ പുളിപ്പിന്റെ അംശം ഈ ദേശത്ത് കൊണ്ടുവന്ന് ഈ സഭയ്ക്ക് ഇന്ന് നമ്മുടെ എല്ലാ ദേവാലയങ്ങളിലും വിശുദ്ധ ബലിയർപ്പിക്കുന്ന ആ അനുഗ്രഹം ഈ സഭയ്ക്ക് ദാനമായി നൽകിയത് ബാവായുടെ വരവിലൂടെയാണ്. നിന്നുപോയ ഈ സഭയുടെ പാരമ്പര്യങ്ങളെ വലിയ തീക്ഷ്ണതയോടുകൂടി ബാവ പുനഃസ്ഥാപിക്കുകയാണ്. വിശുദ്ധമായ വേദപുസ്തകം, സഭയുടെ ചരിത്രവുമൊക്കെ പരിശോധിച്ചു കഴിയുമ്പോൾ ഈ ഭാഗങ്ങളിൽ കാണുന്നുണ്ട്, മശിഹാതൻ മണവാട്ടി ആയിടും ശുദ്ധസഭ, ഭാഗ്യങ്ങൾ പൂർണ്ണമതായ സഭ. ഈ സഭയ്ക്ക് ലഭിച്ച ആ മനോഹരമായ ഭാഗ്യ നിക്ഷേപം ഈ ദേവാലയത്തിൽ ഉറങ്ങുകയാണ്. വലതുവശത്തുള്ള ഈ ത്രോണോസിൽ ബാവായുടെ കബറിടം ഇവിടെ നിൽക്കുന്നു. റിഫോർമേഷൻ കാലയളവിൽ വിപരീതമായ വിശ്വാസം പടർന്ന ഒരു കാലഘട്ടത്തിൽ അന്ന് സഭയുടെ പൈതൃകം പറഞ്ഞതാണ്, കബറുകൾ സംസാരിക്കുക. ഒരുപക്ഷെ കബറുകളും മരിച്ചുപോയവരെ പറ്റിയുള്ള ആ വിശ്വാസം പൂർണ്ണമായും ഇല്ലായ്മ ചെയ്ത ഒരു കാലഘട്ടമുണ്ട്. അവിടെ നിന്നുകൊണ്ട് ഈ ദേശത്ത് ഈ സഭയ്ക്ക് വേണ്ടി ഇന്ന് ഈ കബർ സംസാരിക്കുന്നുണ്ട്.